ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം പാലക്കാടിലേക്ക് നമുക്കൊരു പോക്ക് പോകാം. കുത്തമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിലേക്കാണ് കേട്ടോ, ഹാൻഡ്ലൂംസിലേക്കാണ് കേട്ടോ. അപ്പോൾ സ്വന്തമായി നെയ്തെടുക്കുന്ന സാരിയും ഡബിൾ വേസ്റ്റിയും അതുപോലെ തന്നെ പല കുഞ്ഞുടുപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം, വാ. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് കേട്ടോ, ഒരു സൊസൈറ്റിയാണ് ഇത്. ഇവിടെ സ്വന്തം നെയ്തിട്ടും അതുപോലെ നാട്ടുകാർ അവിടെ ഓരോ വീടുകളിൽ നെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ നെയ്ത് കൊടുത്തതൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു സൊസൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ അതിൻ്റെ ഒരു ചരിത്രം ഒക്കെ പറയും. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ, വാ. കൈത്തറി വസ്ത്രം, ആ കുടുംബത്തിന് വസ്ത്രങ്ങൾ നെയ്ത് കൊടുക്കാൻ നല്ല പ്രഗത്ഭരായിട്ടുള്ള നെയ്ത്ത് തൊഴിലാളികൾ കർണാടകയിലെ മൈസൂരിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ അവിടെ നല്ല പ്രഗത്ഭരായിട്ടുള്ള നെയ്ത്തുകാരെ കുറച്ച് പേരെ കൊണ്ടുവന്ന് അവരുടെ കുടുംബത്തിന് ആവശ്യമായ വസ്ത്രങ്ങൾ നെയ്ത് കൊടുത്തിരുന്നു. 100-400 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ഹിസ്റ്ററിയാണ്. അങ്ങനെ ഈ കുത്താമ്പുള്ളി എന്ന് പറയുന്ന 3 ഭാഗത്തും പുഴയാൽ ചുറ്റിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമം. നെയ്ത്തിന് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, ചായ മുക്കാലും ഒക്കെ. അങ്ങനെയാണ് ഈ കുത്താമ്പുള്ളി നമ്മുടെ പൂർവികരെ തിരഞ്ഞെടുത്തത്. ഇന്ന് 1100ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. നമ്മുടെ വീട്ടിൽ ഇപ്പോഴും സംസാരിക്കുന്നത് കന്നഡയാണ്. നമ്മളൊരു കുട്ടി ജനിച്ച് വീണ ആ കുട്ടിക്ക് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് കന്നഡയാണ്. പക്ഷെ പഠിക്കുന്നത് ഇവിടെ കന്നഡ ഇല്ല, ലിപി മറ്റേ കന്നഡ ഭാഷ ഒന്നും പഠിപ്പിക്കുന്ന സ്കൂളില്ല, മലയാളമാണ് നമ്മൾ പഠിക്കുന്നത്. എങ്കിലും നമ്മളിപ്പോൾ ഒരു സമുദായം, പ്രത്യേക സമുദായമാണ്, ദേവാംഗ സമുദായം എന്നാണ് പറയുക. അവിടെ നമ്മൾ കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിലെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പെണ്ണ് വേണമെന്ന് വെച്ചാൽ ഇവിടെ മലയാളികളായിട്ട് അവരെ നൂലൊക്കെ നിങ്ങൾ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? നൂല് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് മില്ലാണ്, തമിഴ്നാട്ടിലെ മില്ലുകളിൽ നിന്നാണ് നൂലെടുക്കുക. എടുത്തിട്ട് സേലത്ത് ഈ വാർപ്പ് പശ കൊടുക്കല് പരിപാടിയൊക്കെ സേലത്താണ്, അത് കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാ ഇത് സൊസൈറ്റി അല്ലേ, അപ്പോൾ ഓരോരുത്തർ നെയ്ത് കൊടുത്തതും പിന്നെ ഇവിടെ തന്നെ നെയ്യുന്നതായിട്ടുമുള്ള കുറച്ച് സാരീസ്, ലുങ്കി, ഡബിൾ വേസ്റ്റിയൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാരി എന്ന് പറഞ്ഞാൽ ഡിസൈനിലുള്ളതുണ്ട്, പിന്നെ പ്ലെയിൻ സാരീസ് ഉണ്ട്, ചെക്സ് സാരീസ് ഉണ്ട്, ലൈൻ സാരീസ് ഉണ്ട്, കളർ സാരീസ് ഉണ്ട്, വെറൈറ്റി സാരീസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റേറ്റാണുള്ളത്, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുണ്ടാവും ഒരു പക്ഷേ ഇങ്ങനെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 25,000 രൂപയോളം ഉണ്ടായിരുന്നു. പക്ഷേ തീരെ വെയിറ്റില്ല സാരിക്കൊന്നും, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് സാരീസാണ് കേട്ടോ. അപ്പോൾ ഇത് 9,000 രൂപയാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നോക്കി, ഞാൻ പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അപ്പോൾ അതിനി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ നിങ്ങൾ പറയണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടുവരാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഈ സൊസൈറ്റിയിൽ ഏജായവർ ചെയ്യുന്നതാണ് കേട്ടോ. ഇത്ര ഏജായിട്ടും അവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവരൊക്കെ സാരി നെയ്യാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പിലുള്ള ഒരു കടക്കാർ നമ്മളിങ്ങനെ വിളിക്കുകയാണ്, അങ്ങനെ കയറി ചെന്നതാണ് നമ്മൾ ഈ കടയിലേക്ക്. ഓക്കെ, കൂടി ഒന്ന്, അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുവരാം കേട്ടോ. ഓക്കെ, അതല്ലേ
ഇഷ്ടം പോലെ ബാംഗ്ലൂരാ നെയ്യൊക്കെ കൊമ്പത്താണ് ഇതൊക്കെ 450 സാരികൾ വന്നു എല്ലാം സ്റ്റാൻഡേർഡ് സൈസ് വെറുതെ ജസ്റ്റ് വെറുതെ കാണുന്ന കാശിന് കൊടുക്കണ്ടത് വല്ല എല്ലാ കളറും ഇതിലൊക്കെ ബ്ലൗസ് ഇതങ്ങനെ ലൈൻസ് വരും സാരിയൊക്കെ നന്നായി വെറും 450 റുപ്പീസേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ സ്വന്തമായി അവർ നെയ്യാണ്. അപ്പോൾ അതൊന്നും കൂടി നമുക്കൊന്ന് കണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് കേൾക്കാം. പേരെന്താ? പൂർണിമ. അപ്പോൾ ഇവിടെ തന്നെയാണ് നിങ്ങളെ സ്വന്തമാണ് ഇത് അല്ലേ? അതെ അല്ലേ. എത്ര വർഷമായി നിങ്ങളിവിടെ? ചേച്ചി അപ്പോൾ ഇത് പീസിന് എത്രയാണ് നിങ്ങൾ കൊടുക്കുക? ആ 3000 അല്ലേ. ഇത് 1500. ഇവിടെ തന്നെ ഹോൾസെയിൽ റേറ്റിന് അങ്ങനെ തന്നെയാണോ? അതെ അല്ലേ. കടയിലാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? ആ അതെ അല്ലേ. ആ അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ? അല്ല പലതരം ഉണ്ടല്ലോ കോട്ടണിൽ. അതെ അല്ലേ. എങ്ങനെ? അതെ അല്ലേ. ഓ ഡിസൈൻ. ആ ആ കൂടിയതല്ലേ. അപ്പം ഇതിന് എത്ര റേറ്റ് വരും? ആ 3500 അല്ലേ. ഇത് നിങ്ങളിവിടെ തന്നെ നെയ്തതാണ് അല്ലേ? അതെ അല്ലേ. അങ്ങനല്ലേ. ആ അതെ അതെ. ആ അങ്ങനല്ലേ. ഇതിന് എന്ത് റേറ്റ് വരും? 3400 അല്ലേ. ആ പ്ലെയിന് ഇതിന് എത്ര വരും? ഇത് 1500 വരും. എനിക്കറിയില്ല, ചോദിക്കണം. അതെ അല്ലേ. എന്തായാലും 1500 കുറവുണ്ടാവില്ല. കുറവുണ്ടാവില്ല. ആ അങ്ങനെ അല്ലേ. ആയിക്കോട്ടെ. കണക്ഷൻ പിന്നെ ഇത് ഈ സാധനം വന്നിട്ട് സൂറത്തിൽ നിന്ന് വരും. ആ സൂറത്ത് കസവില്ലേ കളറ്, ആ കളർ വന്ന് സൂറത്തിൽ നിന്ന് വരും. അതെല്ലേ. എല്ലാം ഇങ്ങോട്ട് വരും പാർസലേക്ക്. അതെല്ലേ. ഞങ്ങളത് പൈസ കൊടുത്തെടുത്തിട്ട് ചെയ്യണം. ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാക്കാൻ ആരും ആൾക്കാരില്ല. അപ്പൊ ഇത് എന്തിലാ ഉണ്ടാക്കണേ? ഈ സാധനം അല്ല ഈ കസവ് പോലത്തെ ഈ കസവ് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ഗോഡൗണിലേക്ക് വന്നിട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ നോക്കാം. അവിടെ ഇതുപോലെ നെയ്യുന്നുണ്ട്. അവിടെ ഏതാ മോട്ടറുണ്ട്, അതുപോലെ തന്നെ ആളുകൾ കയ്യിൽ നെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ യാതൊരു പ്രായപരിധിയൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ജോലി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ ഏത് പ്രായക്കാർക്കും വന്നിട്ട് ജോലി ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ടെക്നോളജികളൊക്കെ ഇത്രയും വളർന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഓരോ വ്യവസായങ്ങളും വ്യവസായ ഉൽപ്പന്നങ്ങളൊക്കെ ബാക്കിയുണ്ടല്ലോ എന്നറിയുമ്പോഴാണല്ലേ സന്തോഷം. അപ്പോൾ നമ്മുടെ സ്വന്തം പാലക്കാടല്ലേ, അപ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു വ്യവസായം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കണ്ടേ. അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഞാൻ പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സമ്പൂർണ്ണമായ വീഡിയോ ഒന്ന് കണ്ടുവരണേ. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ.
അപ്പോൾ ഇതുപോലത്തെ ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് വിൽപ്പന ഹോൾസെയിൽ റേറ്റിലും റീറ്റെയിൽ റേറ്റിലും വിൽപ്പന ചെയ്യുന്നൊരു ഷോറൂമാണ് കേട്ടോ ഇത്. അവിടത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവിധ വസ്ത്രങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ലുങ്കി, സാരീസ്, അതുപോലെ തന്നെ കുഞ്ഞുടുപ്പുകളുണ്ട്, അതുപോലെ തന്നെ പലവിധ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഷർട്ട്സാണ് കേട്ടോ, ജെൻസ് ഷർട്ട്സാണ്. പിന്നെ അതുപോലെ ലേഡീസ് സാരിക്ക് സെപ്പറേറ്റ് ബ്ലൗസൊക്കെ എടുത്ത് തയ്ക്കില്ല, അതുപോലത്തെ തുണികളൊക്കെ ഉണ്ട്. പിന്നെ ലെഹങ്ക പീസസ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ക്ലോത്ത്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു കൗതുകം തോന്നി, ഇപ്പോഴും ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ താങ്ക് യു ഫോർ